മണിരത്നത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ തഗ് ലൈഫിലെ ഒരു ഗാനം ഇപ്പോൾ ഹിറ്റ് ചാർട്ടുകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. ദിയും ചിന്മയിയും പാടിയിട്ടുള്ള മുത്തമഴ ഇങ്ക് കൊട്ടിത്തീരാതോ എന്ന് തുടങ്ങുന്ന ആ ഗാനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. AR റഹ്മാൻ്റേതാണ് ഇതിൻ്റെ മ്യൂസിക്. ഈ ഗാനത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ സംഗീതത്തെക്കാൾ അത് പാടിയ രണ്ട് ഗായികമാരുടെ ആലാപന ശൈലിയും കൊണ്ടാണ് പെട്ടെന്ന് ആസ്വാദക ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ഈ ഗാനത്തിൻ്റെ തമിഴ് വേർഷൻ പാടിയിരിക്കുന്നത് ദിയാണ്. ദിയെ നമുക്കറിയാം, ഒട്ടേറെ ഗാനങ്ങൾ തമിഴ് ഗാനങ്ങൾ പാടിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗായികയാണ് ദി. ചിന്മയിയാണ് ഈ ഗാനത്തിൻ്റെ തെലുങ്ക് വേർഷനും ഹിന്ദി വേർഷനും പാടിയിരിക്കുന്നത്. ചിന്മയി നമുക്കറിയാവുന്നതുപോലെ തന്നെ അസാധാരണ പ്രതിഭയുള്ള ഒരു ഗായികയാണ്. പക്ഷേ കുറേ കാലങ്ങളായി ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അവർക്ക് തമിഴ് സിനിമയിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു. തഗ് ലൈഫിൻ്റെ ഓഡിയോ ലോഞ്ചിൻ്റെ സമയത്താണ് ദിക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ട് ആ ഗാനം അതിൻ്റെ തമിഴ് വേർഷൻ വേദിയിൽ പാടാൻ ചിന്മയിക്ക് അവസരം ലഭിച്ചത്. ചിന്മയി പാടിയ ആ ഗാനവും ഈ ഗാനത്തിൻ്റെ തന്നെ തമിഴ് ഒറിജിനൽ വേർഷനും പാടിയ ദിയുടെ ഒറിജിനലുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് ഈ വീഡിയോ. ഒരിക്കലും രണ്ട് ഗായകരെ തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഒരു സംഗീതാസ്വാദകൻ എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഈ വീഡിയോ. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഒരു സംഗീത സംവിധായകൻ, അതും AR റഹ്മാനെ പോലെ ഒരു സംഗീത സംവിധായകൻ, ഒരു ഗായകൻ അല്ലെങ്കിൽ ഒരു ഗായികയെ കൊണ്ട് ഒരു ഗാനം പാടിപ്പിക്കുമ്പോൾ എങ്ങനെ വേണം പാടുവാൻ, എവിടെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. എല്ലാ സംഗീത സംവിധായകരും അങ്ങനെ തന്നെയാണ്. ചിലരെങ്കിലും ഗായകരോട് അവരുടെ സ്വന്തം നിലയിൽ ഇംപ്രവൈസ് ചെയ്യുവാൻ ആവശ്യപ്പെടുവാറുണ്ടായിരിക്കാം. എന്നാൽ ഈ മുത്തമഴ എന്ന ഗാനം രണ്ട് ഗായികമാരും പാടിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല. ഗായികമാരുടെ ഇംപ്രവൈസേഷൻ മാത്രമാണോ അറിയില്ല, അതല്ലെങ്കിൽ രണ്ടുപേരോടും രണ്ട് വ്യത്യസ്ത രീതിയിൽ പാടുവാൻ റഹ്മാൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. രണ്ട് വ്യത്യസ്ത ശൈലിയിലുള്ള ഗായികമാർ, അവരുടെ ആലാപനം, അവരുടെ ടോൺ, അവരുടെ ടെക്നിക്, ഡൈനമിക്സ്, ഫ്ലെക്സിബിലിറ്റി, റെസണൻസ്, എക്സ്പ്രസീവ്നെസ് എല്ലാം വളരെ വളരെ വ്യത്യസ്തമാണ്. രണ്ടുപേരും ആലാപനത്തിൽ രണ്ട് വ്യത്യസ്ത ദിശയിൽ ഉള്ള ഗായികമാരാണ്. അവർ എങ്ങനെയാണ് ഈ ഗാനത്തെ സമീപിച്ചിരിക്കുന്നത് എന്നതിൻ്റെ എൻ്റേതായ ഒരു വീക്ഷണമാണ് ഇത്. രണ്ട് ഗായകമാരും പാടിയിരിക്കുന്നതിൻ്റെ ഒരു അനാലിസിസ് ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ട് ഗാനങ്ങളും യൂട്യൂബിലുണ്ട്. കേൾക്കാത്തവർ അതൊന്ന് കേട്ടിട്ട് വേണം ഈ അനാലിസിസിലേക്ക് വരുവാൻ എന്നുകൂടി ഒരു അപേക്ഷയുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. ഈ രണ്ട് ഗായികമാരും പാടിയിരിക്കുന്നത് ഞാൻ വോക്കൽ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ദി പാടിയ വേർഷന്റെ വോക്കൽ ഒന്ന് കേട്ടു നോക്കാം. മുത്തമഴ ഇങ്ക് കൊട്ടിത്തീരാതോ മുല്ലയിരവുകൾ പത്തിയെരിയാതോ ജാനുദം മരോദം ദം ഇങ്ക് ഉന്തൻ കയ്യിൽ സ്വർഗം പൊല്ലായിരവോ சொல்லாயிரவோ இல்ல ஒருவனை வேண்டி எங்கும் உசிரோ கண்ணாடா என்னாடா பெண்ணாடா இன்னும் வரும் எந்தன் கதை, இன்னும் வரும் எந்தன் கதை, இன்னும் வரும் எந்தன் கதை, இன்னும் வரும் எந்தன் கதை. ഇനി ഇത് തന്നെ ചിന്മയി ഓഡിയോ ലോഞ്ചിൽ പാടിയിരിക്കുന്നത് കൂടി നമുക്ക് കേട്ടു നോക്കാം. മുത്തമഴ ഇങ്ക് കൊട്ടിത്തീരാതോ മുല്ലയിരവുകൾ പത്തിയെരിയാതോ ജാനുദം മരോദം ദം ഇങ്ക് ഉന്തൻ കയ്യിൽ സ്വർഗം പൊല്ലായിരവോ சொல்லாயிரவோ இல்ல ஒருவனை வேண்டி எங்கும் உசிரோ கண்ணாளா என்னாளா பெண்ணாளா இன்னுം വരും എന്തൻ കഥൈ എന്തൻ കഥൈ, இன்னுം വരും എന്തൻ കഥൈ എന്തൻ കഥൈ. കേട്ടില്ലേ? വൗ എന്നേ പറയാൻ പറ്റൂ. രണ്ടുപേരും തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടില്ലേ? ദി വളരെ നല്ല ഗായികയാണ്. ദിയുടേത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നത് പോലെ ഒരു റെൻഡീഷനാണ്. ടെക്നിക്കലി എക്സലൻ്റ് ആയ ഒന്നാണത്. റോ ആയ എന്നാൽ സോൾഫുൾ ആയ യുണീക്കായ ഒരു വോയിസ് കൾച്ചറാണ് ദിക്കുള്ളത്. മുത്തമഴ ഇങ്ക് കൊട്ടിത്തീരാതോ മുല്ലയിരവുകൾ
പറ്റി എരിയാതോ. മുത്തമഴ ഇങ്ക് കൊട്ടിത്തീരാതോ. ആ കൊട്ടിത്തീരാതോ എന്ന് തീരുന്നത് ശ്രദ്ധിച്ചില്ലേ? എന്നാൽ ചിന്മയിയുടേത് വേറൊരു തലത്തിലുള്ള ശബ്ദമാണ്, ഒരു സ്ഫെറിക്കൽ ഷേപ്പുള്ള ശബ്ദം. മുത്തമഴ ഇങ്ങ് കൊട്ടിത്തീരാതോ, മുല്ലയിരവുകൾ പത്തിരിയാതോ. ക്ലാസിക്കൽ ടച്ചോടുകൂടി തുടങ്ങുന്നു. കൊട്ടിത്തീരാതോ എന്ന് പാടുമ്പോൾ, കൊട്ടി എന്ന് പാടുന്നിടത്തെ ഹസ്കി ആയുള്ള ഒരു സംഗതിക്ക് ശേഷം തീരാതോ എന്ന് പാടുമ്പോൾ ദിയുമായി വലിയ വ്യത്യാസം. ചിന്മയുടേത് ഒരു പോളിഷ്ഡ് വോയിസ് ആണ്, ടെക്നിക്കലി പ്രൊവിഷൻഡ് ആണത്. വളരെ ക്ലിയർ ആയ, അതേപോലെ തന്നെ കൺട്രോൾഡും റിഫൈൻഡും ഫോക്കസ്ഡുമായ ഒരു ടോൺ ആണ് ചിന്മയിക്ക് ഉള്ളത്. മുത്തമഴ ഇങ്ക് കൊട്ടിത്തീരാതോ, മുല്ലൈ ഇരവുകൾ പത്തി എരിയാതോ എന്ന് ദീ പാടുമ്പോൾ, ദീ പാടുന്നത് ഒരു റോ, ഒപ്പം ഒരു ഇമോഷണൽ എഡ്ജാണ് കേൾക്കുന്നവർക്ക് കിട്ടുക. കുറച്ചൊന്ന് റാസ്പി ടോൺ ആണ് ദിയുടെ വോയിസിനുള്ളത്, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പാടുന്നത് പോലെ. എന്നാൽ ഇതേ ഭാഗം ചിന്മയി പാടുന്നത് കൃത്യമായ പ്രിസിഷനോട് കൂടിയാണ്. പ്രൊനൗൺസിയേഷൻ വളരെ ക്ലിയർ ആണ്. പാടുമ്പോൾ സട്ടിലായിട്ടുള്ള വിബ്രാറ്റോ പാട്ടിലെ ആ വരികളിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ പാട്ടിൻ്റെ മെലോഡിക് ആസ്പെക്റ്റിനാണ് ചിന്മയി കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്, ഒരു റൗണ്ടഡ് വോക്കൽ അപ്രോച്ചോടുകൂടി. മുത്തമഴ ഇങ്ക് കൊട്ടിത്തീരാതോ, മുല്ലൈ ഇരവുകൾ പത്തിയെരിയാതോ എന്ന് പാടുന്നിടത്ത് രണ്ടുപേരുടെയും ഈ ഭാഗത്തെ കോൺട്രാസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? പാട്ടിൽ ഉടനീളം ഇതുണ്ട്. ചിന്മയിയുടെ ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആ പാട്ടിലേക്ക് അറിയാതെ ആകൃഷ്ടരായി പോകും. ആ ഒരു മാജിക്ക് ചിന്മയിയുടെ റെൻഡിഷനിൽ ഉണ്ട്. ഇനി അടുത്ത ലൈൻ ദീ പാടുന്നത് കേൾക്കൂ. ജാനുദം മരോദം ദം ഇങ്ക് ഉന്തൻ കയ്യിൽ സ്വർഗം. ഇവിടെ ദീ പാടുന്നത് ജാനോ ദം മാരോ ദം ഇങ്ക് ഉന്തൻ കയ്യിൽ സ്വർഗം. ദിയുടെ പാട്ടിന്റെ റിഥം അതേപടി ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് ഉള്ളത്. തീർച്ചയായും വോളിയം ചേഞ്ചസ് ഒക്കെ ദി അവിടെ കൊണ്ടുവരുന്നുണ്ട്. സ്വന്തം ശൈലി അങ്ങനെ തന്നെ നിർത്തിയിട്ടുമുണ്ട്. പക്ഷേ ആ ഭാഗം എല്ലാം ഒരേപോലെ കേൾക്കുന്നത് പോലെ തോന്നുന്നില്ലേ? ഉണ്ട്. എന്നാൽ ഇനി ചിന്മയി പാടുന്നത് എങ്ങനെയാണ് എന്ന് കൂടി നിങ്ങൾ കേട്ടു നോക്കും. ജാനോ ദം മാരോ ദം ദം ഇങ്ക് ഉന്തൻ കയ്യിൽ സ്വർഗം. ഇവിടെ ഒരു റെപ്പറ്റീറ്റീവ് മെലഡി വരുന്നുണ്ട്. അതിൽ തൻ്റെതായ ചില സംഗതികൾ കൂടി ചിന്മയി ആഡ് ചെയ്യുന്നു. വരികളുടെ അർത്ഥം തന്നെ ദം മാരോ ദം ദം എന്നത് തന്നെ പുകവലിയും അതിൻ്റെ ഒരു ആനന്ദത്തെയുമാണ് കാണിക്കുന്നത്. അവിടെ ചിന്മയി എന്താണ് ചെയ്തത് എന്ന് കൂടി നിങ്ങളൊന്ന് കേട്ടോ. ആ ഉള്ളിലെ എക്സ്പ്രഷൻ അങ്ങനെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ചിന്മയിക്ക് അത് വളരെ വ്യക്തമായും സാധിക്കുന്നുണ്ട്. ഉന്തൻ കയ്യിൽ എന്ന് കൂടി പറയുമ്പോൾ അത് വളരെ വളരെ വ്യക്തമാണ്. മുല്ല ഇരവോ സൊല്ലാ ഉറവോ എന്ന് പാടുന്നിടത്ത് രണ്ടുപേരും ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് പാടിയിരിക്കുന്നത്. അത് രണ്ടുപേരും അപ്രോച്ച് ചെയ്തിരിക്കുന്നതും ഒരേപോലെ തന്നെയാണ്. അടുത്ത ലൈൻ കണ്ണാള, എന്നാള, പെണ്ണാള എന്ന് തുടങ്ങുന്നിടത്ത് ദീ പാടുന്നത് കേൾക്കൂ. കണ്ണാള എന്നാള പെണ്ണാള. ഇതും ഒരു റെപ്പറ്റീറ്റീവ് നേച്ചറിലുള്ള ഭാഗമാണ്. അതേസമയം ചിന്മയി പാടുന്നത് കേൾക്കൂ. കണ്ണാള എന്നാള പെണ്ണാള. കേട്ടില്ലേ വ്യത്യാസം? ഇനി അടുത്ത ലൈൻ കൂടി കേൾക്കൂ. ഇത് ദിയുടെ വേർഷനാണ്. இன்னும் வரும் எந்தன் கதை, இன்னும் வரும் எந்தன் கதை, இன்னுം വരും എന്തൻ കഥ, இன்னுം വരും എന്തൻ കഥ. ഇന്നും വരും എന്തൻ കഥ. അർത്ഥം എൻ്റെ കഥ ഇനിയും വരുവാനിരിക്കുന്നു, അല്ലെങ്കിൽ വരുവാനുണ്ട്. മൈ സ്റ്റോറി വിൽ കണ്ടിന്യൂ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഇന്നും വരും എന്തൻ കഥ, ഇന്നും വരും എന്തൻ കഥ. അങ്ങനെയാണ് ദീ പോകുന്നത്. 4 തവണ അതേ ലൈൻ അങ്ങനെ തന്നെ ആവർത്തിക്കുന്നു, ഒരുമാതിരി സ്ട്രെയിറ്റ് ഹൊറിസോണ്ടൽ ലൈനിൽ. എന്നാൽ ചിന്മയി ഈ ലൈൻ പാടിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ്. ചിന്മയി പാടുന്നത് കൂടി കേട്ടു നോക്കൂ. ഇന്നും വരും എന്തൻ കഥ, എന്തൻ കഥ, ഇന്നും വരും എന്തൻ കഥ, എന്തൻ കഥ. വ്യത്യാസം ഇപ്പോൾ തന്നെ മനസ്സിലായില്ലേ? ഇന്നും വരും എന്തൻ കഥ, എന്തൻ കഥ. വീണ്ടും ഇന്നും വരും എന്തൻ കഥ, എന്തൻ കഥ. ദീ പാടുന്നത് പോലെ 4 തവണ അങ്ങനെ തന്നെ ആവർത്തിക്കുന്നില്ല. ആദ്യത്തെ എന്തൻ കഥയിൽ നിന്നും രണ്ടാമത്തെ എന്തൻ കഥയിലേക്ക് പോകുന്ന ഒരു ട്രാൻസിഷൻ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോ? മാത്രമല്ല ഇടയിൽ SP ബാലസുബ്രഹ്മണ്യം ഒക്കെ പാടുമ്പോൾ ഇടുന്നത് പോലെ ഒരു ചിരി കൂടി അതിൽ ചിന്മയി ആഡ് ചെയ്യുന്നുണ്ട്. അമേസിങ് എന്നേ പറയാൻ പറ്റും. ഇതിൽ ചിന്മയി പാടുന്നതിനെ കുറിച്ച് 2 കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ ലൈനിനെ സംബന്ധിക്കുന്ന 2 കാര്യങ്ങൾ കൂടി എനിക്ക് പറയുവാനുണ്ട്. തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഏകദേശം 5 വർഷത്തോളമാണ് ഈ ഒരു അനുഗ്രഹീത ഗായികയെ മീ ടു വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് മാറ്റി നിർത്തിയത്. രാധാരവിയിൽ നിന്നും വൈരമുത്തുവിൽ നിന്നും ഇൻഡസ്ട്രിയിൽ തനിക്ക് നേരിടേണ്ടി വന്ന
സെക്ഷൽ ഹരാസ്മെൻറ്റിനെ കുറിച്ച് ഉറക്കെ പറഞ്ഞതിനാണ് അവരെ ബാൻ ചെയ്തത്. പിന്നീട് ലിയോ എന്ന ചിത്രത്തിലൂടെയാണ് അവർ 5 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നത്. ഇവിടെ ഈ വരികളിലൂടെ ഒന്ന് ചിരിച്ചുകൊണ്ട് ചിന്മയി ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് തമിഴ് സിനിമാ ലോകത്തിന് കൊടുക്കുന്നത്. ഒരു ഡിറ്റർമിനേഷൻ ആ പാടുന്നതിൽ നമുക്കറിയുവാൻ പറ്റും. ഇത്രയും പ്രതികൂല കാലാവസ്ഥയിലും മൈ സ്റ്റോറി വിൽ കണ്ടിന്യൂ എന്ന റെസീലിയൻസിൻ്റെ ഒരു ശക്തമായ സ്റ്റേറ്റ്മെൻറ്റും അവർ കൊടുക്കുന്നുണ്ട്. മറ്റൊന്ന്, താനെന്ന വ്യക്തിയെ അവർക്ക് ബാൻ ചെയ്യുവാൻ പറ്റും, പക്ഷേ തൻ്റെ ശബ്ദത്തെ ആർക്കും ബാൻ ചെയ്യുവാൻ പറ്റില്ല എന്ന വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ചിന്മയി തമിഴ് സിനിമാ ലോകത്തിന് കൊടുക്കുന്നുണ്ട് ഈ ഗാനത്തിലൂടെ. ഈ ഗാനത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് കൂടി നിങ്ങൾ പോയി നോക്കണം. 2 വേഴ്സറ്റൈൽ സിംഗേഴ്സ്, താരതമ്യങ്ങളില്ലാത്ത ശബ്ദം, റെൻഡീഷൻ, ആലാപന ശൈലി, ഇതൊക്കെയുള്ള സിംഗേഴ്സിനെ താരതമ്യം ചെയ്യുന്നത് ശരിയല്ല എങ്കിലും ഒരേ ഗാനം 2 പേര് 2 വിധത്തിൽ പാടുന്നത് അപൂർവമായി മാത്രം കാണുന്ന ഒന്നാണ്. അതുകൊണ്ട് മാത്രമായിരുന്നു ഞാൻ ഈ ഒരു അനാലിസിസിന് മുതിർന്നത്. ദി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദീക്ഷിത വെങ്കടേശന് ഇപ്പോൾ 27 വയസ്സാണ് പ്രായം. ഇനിയും ദൂരങ്ങൾ സഞ്ചരിക്കേണ്ടുന്ന ഒരു പ്രതിഭയാണ് ദി. ജിഗർദണ്ഡയിലെ മാമധുര്, അതുപോലെ ദസറയിലെ മൈനാര് വെട്ടിക്കെട്ടി, പിന്നെ വൈറലായ പഴയൊരു ഹിറ്റ് ആൽബം ഉണ്ടല്ലോ എൻജോയ് എൻജാമി ഒക്കെ പാടിയത് ദിയാണ്. ദിയുടെ പാട്ട് കേൾക്കുമ്പോൾ എപ്പോഴും അതിലൊരു ഫോക്ക് ടച്ച് കലരുന്നില്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദിയുടേത് നല്ല ഫ്ലെക്സിബിൾ ശബ്ദമാണ്. ചിലപ്പോഴെങ്കിലും ഇമോഷന് മുകളിൽ ടെക്നിക്കൽ സ്മൂത്ത്നെസ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് പോലെ തോന്നി. വരികളിലെ ഇമോഷണൽ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചാണ് അവരുടെ റെസണൻസ് മാറുന്നത്. വളരെ ഇൻറ്റൻസായ മൊമെൻറ്റ്സിൽ അവരുടെ ശബ്ദം കുറച്ചധികം പ്രൊജക്റ്റ് ചെയ്തതുപോലെ വരുമ്പോൾ, അങ്ങനെ അല്ലാത്ത ഇടങ്ങളിൽ അവർ കുറച്ച് ഇൻറ്റിമേറ്റ് ടോൺ അഡോപ്റ്റ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ദിയുടെ ശബ്ദം സ്ട്രെയിൻ ഫ്രീ ആണ്, എന്നാൽ ഇമോഷണൽ ഇൻറ്റൻസിറ്റി കിട്ടുന്ന ഭാഗങ്ങൾ വരുമ്പോൾ അല്പം സ്ട്രെയിൻ ചെയ്യുന്നുണ്ടോ എന്നും എനിക്ക് തോന്നി. ഉണ്ടെങ്കിൽ തന്നെയും അത് അവരുടെ പെർഫോമൻസിനെ ഓതൻറ്റിസിറ്റിക്ക് തിളക്കം കൂട്ടിയതായി മാത്രമേ തോന്നിയുള്ളൂ. അതേപോലെ എക്സ്പ്രസീവ്നെസ്സിൻ്റെ കാര്യത്തിൽ ദി കുറച്ച് ഓവേർട്ടാണ്. ചിലപ്പോഴെങ്കിലും അവരുടെ വോയിസ് റേഞ്ച് വിസ്പേഴ്സിൽ നിന്നും വരികൾ കൺവേ ചെയ്യുന്ന ഇമോഷൻസിന് അനുസൃതമായി ഒരു നിയർ ഷൗട്ട് എക്സ്പീരിയൻസായി മാറുന്നുണ്ട്. ഇനി ചിന്മയുടെ ശബ്ദത്തിലേക്ക് വന്നാൽ പെർഫെക്റ്റ് ഇൻട്ടൊണേഷനാണ് ഗാനത്തിൽ ഉടനീളം അവരുടേത്. നോട്ട്സ് എല്ലാം കൃത്യമാണ്, പ്രിസൈസ് ആണ്. ശബ്ദത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യത്തിൽ അവർ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. എത്ര കോംപ്ലക്സ് ആയ മെലഡി പോലും അനായാസം ചാരുതയോടെ പാടാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഈ ഗാനത്തിൽ ചിന്മയുടെ ശബ്ദം കൺസിസ്റ്റൻ്റ് ആണ്. ഗാനത്തിൽ ഉടനീളം അതിൻ്റെ റിച്ച്നെസ് നമുക്ക് അനുഭവിക്കുവാൻ പറ്റും. ഒട്ടും ആയാസമില്ലാതെ തികച്ചും ആയാസരഹിതമായി പാടുവാൻ ചിന്മയ്ക്കുള്ള കഴിവ് അവരുടെ ശ്വാസ നിയന്ത്രണത്തിൻ്റെയും വോക്കൽ ടെക്നിക്കിൻ്റെയും അടയാളമായി മാറുന്നുണ്ട്. മലയാളത്തിലുമുണ്ട് ഏതാണ്ട് ഇതേപോലെയുള്ള ഗാനങ്ങളെങ്കിലും ഇത്രയും ഡിസ്റ്റിങ്റ്റീവായ ഒരു ഗാനം 2 പേര് പാടുന്നത് വളരെ കുറവാണ്. നിങ്ങൾക്കറിയാവുന്ന ഗാനങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം ദിയുടേതാണോ അതുപോലെ തന്നെ ചിന്മയുടേതാണോ, ആരുടെ ഗാനമാണ്, ആര് പാടിയതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, കൂടുതൽ ഇഷ്ടപ്പെട്ടത്? താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.